ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മുടെ വേനൽ ടൈമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ വേനൽ ടൈം കഴിഞ്ഞതാ മഴക്കാലത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ വേനൽ ടൈം ആകുമ്പോൾ നമ്മുടെ പറമ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന കുറേ കലേഡിയംസ് ഉണങ്ങിപ്പോകും. അപ്പോൾ ഈ മഴയാകുമ്പോൾ നമ്മുടെ ഈ കലേഡിയം വീണ്ടും മുളച്ച് വരും. കാരണം അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ എന്തുണ്ട്, വിത്തുണ്ട്. അതുകൊണ്ടാണ് ഈ മഴ ടൈം ആകുമ്പോൾ അത് മുളച്ച് വരാൻ കാരണം. അപ്പോൾ ഞാൻ ഈ കണ്ട ഈ കലേഡിയം കണ്ടു. ഇതാണ് നമ്മുടെ സുന്ദരി കലേഡിയം. എനിക്ക് ഈ കലേഡിയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലേഡിയാണ് ഇത്. ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ കുറേ കലേഡിയംസ് എനിക്ക് വഴിയോരങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ കൊണ്ടു നടും. പക്ഷേ വേനൽ ടൈം ആകുമ്പോൾ എങ്ങനാണേലും എങ്ങനെയൊക്കെ അത് നശിച്ചു പോകാറുണ്ട്. എന്നാൽ മഴക്കാലം ആകുമ്പോൾ വീണ്ടും അത് കിളിർന്നു വരും. എൻ്റെ വീഡിയോ പണ്ട് തൊട്ട് കാണുന്നവർക്കറിയാം, ഞാൻ സ്ഥിരമായിട്ട് ഇടുന്നതായിരുന്നു ഇങ്ങനെ കലേഡിയം ഹണ്ടിങ് വീഡിയോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഹണ്ടിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ കലേഡിയമാണ് കേട്ടോ. അപ്പോൾ അന്ന് എൻ്റെ കുറേ ഫ്രണ്ട്സ് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു, എടി നീ നടുന്ന ഈ കിട്ടുന്ന ചെടിയെല്ലാം നീ വീട്ടിൽ കൊണ്ട് നടുമോ, അതോ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ കൊണ്ട് നടക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കുള്ള മറുപടിയും കൂടാ കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണിലും ചട്ടിയിലൊക്കെ കൊണ്ടു നടും, പക്ഷേ അത് വേനൽ ടൈം ആകുമ്പോൾ അതെല്ലാം ഉണങ്ങിപ്പോകും. എന്നാൽ മഴക്കാലം ആകുമ്പോൾ വീണ്ടും അത് പൊട്ടിക്കിളിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഈ മഴ ടൈം ആയതുകൊണ്ട് പറമ്പുകളിലൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ നല്ല വെറൈറ്റി കലേഡിയംസ് കിട്ടും കേട്ടോ. പക്ഷേ മഴയാണ്, ഇപ്പം പാമ്പുകളൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. അതുകൊണ്ട് കൊച്ചു പിള്ളേർ കഴിവതും ഇറങ്ങാതിരിക്കുക. പിന്നെ ഈ കാണുന്നതെല്ലാം എനിക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ കിട്ടിയതാണ്. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇതുപോലെ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ നോക്കാറ്. അങ്ങനെ കിട്ടിയതാട്ടോ പലതും. അങ്ങനെ പൈസ കൊടുത്ത് നമുക്കിതുവരെയും കലേഡിയംസ് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കേ, ബൈ.